ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. മക്കളെ, നമ്മുടെ 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മാറിയതാണല്ലേ. അപ്പൊ ആനുവൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. യെസ്, ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം അല്ലെങ്കിൽ കൊളോണൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ കോളനിവൽക്കരണം എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ദക്ഷിണാഫ്രിക്കയിലെ യൂറോപ്യൻ കോളനിവൽക്കരണത്തിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തായിരുന്നു? ഓക്കെ, വാട്ട് വർ ദ മെയിൻ റീസൺ ഫോർ ദ യൂറോപ്യൻ കൊളോണൈസേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക? എന്തായിരുന്നു റീസൺ? യെസ്, നമുക്കറിയാം സാൻഗോസൊക്കെ ആയിരുന്നു അവിടുത്തെ ആദിമ നിവാസികൾ. എന്തുകൊണ്ടാണ് യൂറോപ്യന്മാർ നമ്മുടെ ദക്ഷിണാഫ്രിക്ക കോളനിവൽക്കരിച്ചതിന്റെ റീസൺ എന്താണ് എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റില്ലേ? നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലുള്ള വെൽത്ത് തന്നെ അല്ലേ. ദി യൂറോപ്യൻസ് കൊളോണൈസ്ഡ് സൗത്ത് ആഫ്രിക്ക ടു അക്വയർ മോർ ലാൻഡ്. ഒരുപാട് ലാൻഡ് അക്വയർ ചെയ്യാൻ അല്ലെ, കൈക്കലാക്കാൻ അല്ലെ, സ്വന്തം ഭൂമി സ്വന്തമാക്കാനും പിന്നെയോ ക്യാപ്ചർ ദ ഇമാൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക, ആഫ്രിക്കയുടെ അപാരമായ സമ്പത്ത് പിടിച്ചെടുക്കാനും എസ്റ്റാബ്ലിഷ് സുപ്രീമസി ഓവർ അതർ യൂറോപ്യൻ കൺട്രീസ് അല്ലെ, അതായത് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനും ആൻഡ് യൂസ് ഇറ്റ് ഇസ് എ ടെമ്പററി ഹാൾട്ട് ഓഫ് ദെയർ ജേർണി ടു ദ ഏഷ്യൻ കോണ്ടിനെന്റ് അല്ലെ, അതായത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്കുള്ള അവരുടെ യാത്രയിൽ ഒരു താൽക്കാലിക വിരാമം ഇടാനും യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്ക യൂസ് ചെയ്തു അല്ലെ, കോളനിവൽക്കരിച്ചു. അതായിരുന്നു അതിന്റെ റീസൺ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഗ്രേറ്റ് ട്രക്ക്? എന്താണെന്ന് ഗ്രേറ്റ് ട്രക്ക്? എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ട്രക്ക് നടന്നെന്ന് ഓർമ്മയുണ്ടോ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യെസ്, നമുക്ക് നോക്കാം. ഏകദേശം 19ാം നൂറ്റാണ്ട് അല്ലെ, അതായത് മിഡ് അല്ലെ, 19ാം നൂറ്റാണ്ടിന്റെ മിഡ് ആയ സമയത്ത് ബ്രിട്ടീഷ് അബോളിഷ് സ്ലേവറി ഇൻ ദയർ കോളനീസ്. ബ്രിട്ടീഷുകാർ ഓൾറെഡി നമ്മുടെ ആഫ്രിക്കയിൽ വന്ന് അവിടെ കോളനി വൽക്കരിച്ചു അല്ലെ. അപ്പൊ അവിടെ 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന അടിമത്തം അല്ലെ, സ്ലേവറി അബോളിഷ് ചെയ്തു അല്ലെ, സ്ലേവറി നിർത്തലാക്കി. ഇത് ആരെ ബാധിച്ചു? യെസ്, ഇത് ഭൂവർമാരെ അല്ലെ. കാരണം അടിമകളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന ആളുകളായിരുന്നു ആര്? ഭൂവർമാരെന്ന് പറയുന്നത്. നോക്കിക്കോ, ദിസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ബൂവേഴ്സ് ഹൂ യൂസ്ഡ് ദ സ്ലേവ് ടു കൾട്ടിവേറ്റ് ദെയർ ലാൻഡ്സ്. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ഭൂവറുകൾ പ്രതികൂലമായിട്ട് ബാധിച്ചു. കാരണം ഭൂവറുകൾ അടിമകളെ കൊണ്ടായിരുന്നത് കൃഷി എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് ഭൂവറുകളെ എഫക്ട് ചെയ്തു. അപ്പൊ ഭൂവർ നടത്തിയിട്ടുള്ള പലായനമാണ് ട്രെക്കാണ് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത്. നമുക്ക് നോക്കിയാലോ. യെസ്, ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് അല്ലെ, അതായത് കേപ്പ് കോളനി എന്ന് പറയുന്നത് കേപ്പ് കോളനി എന്ന് പറയുന്നത് ഒരു കോളനിയാണ് അല്ലെ. അതായത് ആ ഒരു കോളനിയിൽ നിന്ന് നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലേക്ക് നടത്തിയിട്ടുള്ള പാലായനമാണ് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത്. നിങ്ങളോട് എന്തായാലും ഗ്രേറ്റ് ട്രെക്ക് ചോദിക്കും, അല്ലെങ്കിൽ ആരാണ് ഭൂവറുകൾ, ഏതെങ്കിലും ഒന്ന് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യെസ്, ആ ഒരു സ്ലേവറി ഒക്കെ നിർത്തലാക്കിയതിനെ തുടർന്നാണ് ഈ ഒരു ബ്രിട്ടീഷുകാരുടെ നയങ്ങളെ അല്ലെ, ബ്രിട്ടീഷുകാരുടെ ഈ ഒരു നയങ്ങൾ ഇവർക്ക് പിടിച്ചില്ല, ഭൂവർമാർക്ക് പിടിച്ചില്ല. അപ്പൊ ഇവർ നടത്തിയിട്ടുള്ള പാലായനമാണ് ട്രെക്കാണ് ഗ്രേറ്റ് ട്രെക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ദ ഗ്രേറ്റ് ട്രെക്ക് ഈസ് ദ എക്സോഡസ് ഓഫ് ദ ബൂവേഴ്സ് ഓഫ് ദ ഇന്റീരിയർ ഏരിയാസ് ഓഫ് സൗത്ത് ആഫ്രിക്ക ടു എസ്കേപ്പ് ഫ്രം സച്ച് പോളിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ ഈ നയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയിട്ടുള്ളതാണ് ഗ്രേറ്റ് ട്രെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നോക്കിക്കോ, സി ക്വസ്റ്റ്യൻ: ഹൗ ദ കൊളോണൈസേഷൻ പ്രോജക്ട് ദ ബ്രിട്ടീഷ് അഫക്റ്റഡ് ഇൻ ബൂവർ അല്ലെ. അതായത് ബ്രിട്ടീഷുകാരുടെ ഈ ഒരു കോളനിവൽക്കരണം ഭൂവർമാരെ എങ്ങനെയാണ് ബാധിച്ചത്? നമുക്ക് നോക്കിയാലോ, ഭൂവർമാരെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത്. ഓക്കെ, നോക്കിക്കോ, എങ്ങനെയാണ് ഭൂവർമാരെ എഫക്ട് ചെയ്ത് നോക്കിക്കോ. ദ ബ്രിട്ടീഷ് ക്യാപ്ചർ കേപ്പ് കോളനി ഫ്രം ദ ഡച്ച് ആൻഡ് ഇംപ്ലിമെന്റഡ് സർട്ടൻ പോളിസീസ്. മക്കളെ, നമ്മുടെ ഈ ഡച്ചുകാരില്ലേ, അതായത് നമ്മുടെ യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള യൂറോപ്യന്മാരായിട്ടുള്ള ഈ ഡച്ചുകാർ എന്ത് ചെയ്തു? യെസ്, ഡച്ചുകാർ നമ്മുടെ കേപ്പ് കോളനി അല്ലെ, കേപ്പ് കോളനി ക്യാപ്ചർ ചെയ്തില്ലായിരുന്നോ? എന്നിട്ട് അവിടെ അവരുടെ ഭരണാക്കിയില്ലായിരുന്നോ? പിന്നീട് ഈ ഡച്ചുകാരുടെ അടുത്ത് ആ കേപ്പ് കോളനി ആര് വാങ്ങി? യെസ്, ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ നോക്കിക്കോ, ഡച്ചുകാരിൽ നിന്ന് കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. ഓക്കെ,
അതായത് ഓൾറെഡി ഡച്ചുകാരുടെ കയ്യിലായിരുന്നു, പക്ഷെ അവരെ കയ്യിൽ നിന്ന് എന്താണ് ബ്രിട്ടീഷുകാർ ആ ഒരു കേപ്പ് കോളനി പിടിച്ചെടുത്തു. അവിടെ കുറച്ച് പോളിസീസ്, അവിടെ കുറച്ച് നയങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ പോളിസീസ് എന്ന് നമുക്ക് നോക്കിയാലോ. ഇംഗ്ലീഷ് വാസ് മെയ്ഡ് ഓഫ് ദ സോൾ ലാംഗ്വേജ് ഓഫ് കേപ്പ് കോളനി. ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി ആര് മാറ്റി? ബ്രിട്ടീഷുകാർ മാറ്റി. പിന്നെ മിസ് പറഞ്ഞില്ലേ ആ ഗ്രേറ്റ് ട്രക്ക് നടന്ന റീസണില്ലേ, അത് തന്നെയാണ് ഇവിടെ പോയിന്റ് കേട്ടോ. അതായത് 19ാം നൂറ്റാണ്ടിന്റെ മിഡ് ആയപ്പോൾ സമയത്ത് എന്താണ് ബ്രിട്ടീഷ് അബോളിഷ് സ്ലേവറി ഇൻ ദയർ കോളനീസ്. 19ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ബ്രിട്ടൻ തങ്ങളുടെ കോളനിയിൽ നിന്ന് ആ ഒരു സ്ലേവറി അടിമത്തം നിർത്തലാക്കി. ഇതൊക്കെയായിരുന്നു ഭൂവർമാരെ ബാധിച്ചത്. ഇംഗ്ലീഷ് എന്താണ് ഏകഭാഷയാക്കിയതും പിന്നെ അടിമത്തം നിർത്തലാക്കിയതാണ് എന്ത് കോളനി വൽക്കരണത്തിലൂടെ ഭൂവർമാരെ മോശമായിട്ട് ബാധിച്ചത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ബൈ.